ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് ഇൻഷോട്ടിൽ എങ്ങനെ മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യാം എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അല്പം പറഞ്ഞതാണ് ഇൻഷോട്ടിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ മലയാളം ഫോണ്ടുകൾ ആഡ് ചെയ്യാമെന്നത്. അപ്പോൾ നമുക്ക് ഇൻഷോട്ടിലേക്ക് ഞാൻ കൂടുതലായിട്ടും ആഡ് ചെയ്തത് പിക്സൽ ലാബിൽ നിന്നാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതേ നിങ്ങൾ കോഡ് FM എന്നൊരു ആപ്ലിക്കേഷനാണ് അതിനാവശ്യമുള്ളത്. അവിടെ നിങ്ങൾക്ക് എഴുതി ചേർക്കേണ്ട വാക്യം അവിടെ ഒന്ന് ചേർക്കുക. ഞാൻ തൽക്കാലം കടൽ ന്യൂനമർദ്ദം എന്നെഴുതുകയാണ്. ഇത് എഴുതി കഴിഞ്ഞാൽ ഈ ഗെറ്റ് FML എന്നതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിക്സൽ ലാബിലേക്ക് പോവുക. പിക്സൽ ലാബിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ ലഭിക്കുക. അപ്പോൾ ഞാൻ ഈ റൗണ്ട് ഇട്ട ഭാഗത്തിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ട്രാൻസ്പെറൻറ്റ് എന്നുണ്ടാകും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടാണ് നമുക്ക് ഈ ഫോട്ടോകളൊക്കെ ലഭിക്കുക. അതിനുശേഷം ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്നതിൽ നിങ്ങളൊന്ന് കളറ് മാറ്റുക. അവിടെ ഇൻഷോട്ടിൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ബ്ലാക്ക്, റെഡ് അതുപോലത്തെ ഒക്കെ നല്ല ഭംഗിയിൽ കാണും. അതായത് ബാക്ക്ഗ്രൗണ്ടിന് ഏത് കളറാണോ മാച്ച് ആവുന്നത് ആ കളറിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. ഞാൻ തൽക്കാലം ഞാൻ എടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടിന് ബ്ലാക്ക് ഫോണ്ടുകൾ എഴുതിയാൽ അതിൽ ചേരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാനത് പേസ്റ്റ് ചെയ്യുകയാണ്. നേരത്തെ കോഡ് FML കോപ്പി ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ വീഡിയോയിൽ പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കൂടുതൽ വിവരങ്ങൾ പറയുന്നുണ്ട്. അത് നോക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി നോക്കുക. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന 3/4% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഈ കോഡിന് നമുക്ക് എങ്ങനെ മലയാളം ഫോണ്ടാക്കാം, അത് വളരെ സിമ്പിളാണ്. ഈ AB ഫോണ്ട് എന്നതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ മൈ ഫോണ്ട്സ് എന്നതിൽ ഇവിടെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഫോണ്ടുകൾ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പുതിയ ഫോണ്ടുകൾ കാണാം. അപ്പോൾ ഞാൻ ഏതായാലും ഒന്നെടുത്തിരിക്കുകയാണ്. ഇതിലേതായാലും ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. കടൽ ന്യൂനമർദ്ദം എന്നതിൽ നമുക്കിവിടെ വേണ്ടത്ര സൈസൊക്കെ കൂട്ടാം. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഏതായാലും ഇത്ര തന്നെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ സേവ് ആസ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം സേവ് ടു ഗാലറിയിൽ ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോ ഗാലറിയിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇൻഷോട്ടിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഷോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോയുടെ സൈസൊക്കെ നിങ്ങളൊന്ന് ലഭിച്ചാൽ ഫോട്ടോ ആകും, വീഡിയോ ആകും. അതിനുശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റിക്കർ എന്നുള്ള ഈ ഒരു ഭാഗമാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ സൈഡിലത്തെ ഗാലറിയുടെ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോകളൊക്കെ അവിടെ ലഭ്യമാകും. അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയതുകൊണ്ട് ആദ്യമുള്ള ഫോട്ടോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഒന്നും കാണാത്തത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇതിപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, നമുക്ക് ഇതിലേക്ക് തന്നെ ഡയറക്റ്റായി ആഡ് ചെയ്യാനും പറ്റി. അപ്പോൾ ഞാൻ കൂടുതൽ വലിയ എഴുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് അത് ഇൻഷോട്ടിൽ വലിയ സൗകര്യപ്രദമാകുന്നില്ല അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.